നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും ഒരിക്കൽ കൂടി തലവേദനയാവുകയാണ്. ഇടയ്ക്കിടെയുള്ള അദ്ദേഹത്തിന്റെ ഒളിയമ്പുകൾ കോൺഗ്രസ് പാർട്ടിയെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. പല മാധ്യമങ്ങളിലൂടെ തരൂർ ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ശരിക്കും ഏതു ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നതെന്ന് നിജപ്പെടുത്താൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പാടുപെടുന്നതായാണ് കണ്ടുവരുന്നത്. BJPയുടെ തലമുതിർന്ന നേതാവായ LK അദ്വാനിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ പ്രസ്താവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങളുടെ അതിരുകൾ ഭേദിച്ചിരിക്കുകയാണ്. അദ്വാനിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ സ്തുതിച്ചുകൊണ്ട് തരൂരിന്റെ പ്രസ്താവനയെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി അകലം പാലിച്ചിട്ടുണ്ടെങ്കിലും തരൂർ പശ്ചാത്തപിക്കാനൊന്നും ഒരുക്കമല്ല. തന്റെ അഭിപ്രായം ആണിതെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തരൂർ വ്യക്തിപരമായ നിലപാട് വെളിവാക്കിയെന്ന് കോൺഗ്രസ് നേതൃത്വം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രോഷം ഉള്ളിൽ ഒതുക്കുകയാണ് നേതാക്കൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യ വിവാദങ്ങളിൽ ഏർപ്പെടാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് വ്യക്തം. അടുത്തിടെയായി ശശി തരൂർ ഇത്തരം ബോംബുകൾ പൊട്ടിക്കുന്നത് എന്തിനാണെന്ന് ആരായാലും സംശയിച്ചു പോകും. മോദിയുടെ ഭാഗത്തു നിന്ന് തരൂരിനോട് ഒരു മമത ഉണ്ടായിട്ടുണ്ടെന്നതിൽ സംശയമില്ല. താൻ ഒരിക്കലും BJP പക്ഷത്തേക്കില്ല എന്നൊക്കെ തരൂർ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. എങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയുടെ നയം വ്യക്തമാക്കാനുള്ള സംഘങ്ങളിൽ തരൂരിനെയും ഉൾപ്പെടുത്തുകയുണ്ടായി മോദി സർക്കാർ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് തങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായെങ്കിലും തമ്മിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. താൻ എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്നങ്ങനെ പൊട്ടിത്തെറിച്ച് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനൊന്നും കോൺഗ്രസ് നേതൃത്വം മുതിരില്ല എന്ന ആത്മവിശ്വാസം തരൂരിനുണ്ടെന്ന് വ്യക്തം. അദ്വാനിയെ യഥാർത്ഥ രാഷ്ട്ര നേതാവ് എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജനസേവന പ്രതിബദ്ധത, വിനയം, മാന്യത എന്നിവയെ പ്രശംസിക്കുകയും ചെയ്തതിലൂടെ തരൂർ കത്തിച്ചു വിട്ട പടക്കം നിന്ന് പൊട്ടുകയാണ്. അദ്വാനിയുടെ ദീർഘകാലമായുള്ള പൊതുസേവനങ്ങളെ വെറും ഒരു സംഭവത്തിലേക്ക് ചുരുക്കുന്നത് നീതിയല്ലെന്നും നെഹ്റുവിന്റെ ജീവിതത്തെ ചൈന യുദ്ധത്തിലൂടെയോ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെ അടിയന്തരാവസ്ഥയിലൂടെ മാത്രം വിലയിരുത്തുന്നത് ശരിയല്ല എന്നൊക്കെ തരൂർ കുറിച്ചപ്പോൾ ഇന്ത്യ കണ്ട കറുത്ത ദിനങ്ങളുടെ ഉപജ്ഞാതാവായ അദ്വാനിയെയും അദ്ദേഹം നേതൃത്വം നൽകിയ രഥയാത്രയുമൊക്കെ തരൂർ ന്യായീകരിക്കുന്നു എന്ന് പറയാതെ തരമില്ല. KC വേണുഗോപാലിനെയും K മുരളീധരനെയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി തന്നെ അതിനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. തരൂർ നടത്തുന്ന മോദി പ്രശംസയും കേന്ദ്ര സർക്കാർ പദ്ധതികളോടുള്ള അനുകൂല അഭിപ്രായങ്ങളും കോൺഗ്രസിന്റെ തലവേദന വർദ്ധിപ്പിച്ചിട്ടേയുള്ളൂ. കുറച്ചുനാൾ മുമ്പ് കുടുംബവാഴ്ച ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന വാദവും കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ എയ്ത അമ്പാണെന്ന് ചിന്തിക്കാനേ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. ഇപ്പോഴിതാ അദ്വാനി ഭക്തി മൂത്തുള്ള പ്രസ്താവന അതിനെയൊക്കെ മുകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ ഒന്നടങ്കം കൊഞ്ഞണം കുത്തുകയാണ്. തരൂർ സ്വന്തം നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ കോൺഗ്രസിന് മിണ്ടാതിരിക്കാനേ കഴിയുന്നുള്ളൂ എന്നതാണ് ദുഃഖകരം. നേതൃത്വം എന്തുകൊണ്ട് തരൂരിന്റെ ചാട്ടുളികൾ സഹിക്കുന്നു എന്ന് ആർക്കും പിടികിട്ടുന്നുമില്ല. അവിടെയും ഇവിടെയും ചില നേതാക്കൾ പരസ്യ പ്രസ്താവനകളോടെ തരൂരിനെ എതിർക്കുന്നുണ്ടെങ്കിലും നേതൃത്വം ഒച്ചയുണ്ടാക്കാതെ ഒളിച്ചിരിക്കുകയാണ്. തരൂരിനെ താക്കീത് ചെയ്താൽ ഭവിഷ്യത്തുകൾ ഉണ്ടായേക്കുമെന്ന ഭയമാണോ ഈ മൗനത്തിന് പിന്നിൽ?